ഇതേ ഇങ്ങോട്ട് തോന്നേ. അമ്മ അച്ഛൻ വിളിക്കുന്നു. ഒരു രസമുണ്ട് കേട്ടോന്നേ. ഇവിടെ എന്തോ എല്ലാരും കൂടെ കിടന്ന് വിളിക്കുന്നതും എന്തുവാ പ്രശ്നം? കാര്യങ്ങളുണ്ട്, സർപ്രൈസ് ആയിട്ട് കൊണ്ടുവന്നാണ്. നോക്ക് എന്തുവാ നോക്കാം, തുറന്നു നോക്കേ. ഇതെന്തുവാ? ക്യാമറ? പുതിയ ക്യാമറയൊക്കെ വാങ്ങിച്ചോ? ഓക്കെ, എന്തുവാണ്? GoPro 10. അക്കു ആകാശേ ഇങ്ങോട്ട് വന്നേ, ഇത് കണ്ടോ? പുതിയ ക്യാമറ വാങ്ങിച്ചടാ അച്ഛൻ. ഇതിപ്പോ എന്തിനു വാങ്ങിച്ചത് നിങ്ങള്? ദുബായ് എക്സ്പോ ഒക്കെ അല്ലേ, അപ്പൊ എക്സ്പോ ഇതൊക്കെ കാണാൻ പോകുമ്പോളേ നമുക്ക് ക്യാമറ വേണ്ടേ, ചെറിയ ആക്ഷൻ ക്യാമറ. നമ്മുടെ ഒരു പഴയ ഇത് ക്യാമറയിലേ ഇരിക്കുന്നത്, ഈ ചെറിയ ക്യാമറ കൊണ്ട് നമുക്ക് എല്ലായിടത്തും ഷൂട്ട് ചെയ്യാം. ആക്ഷൻ ക്യാമറ അല്ലേ, സ്റ്റെബിലൈസേഷൻ ഒക്കെ ഭയങ്കരമാണ് ഇതിന്റെ. അറിയാവോ ഉപയോഗിക്കാനൊക്കെ? ഇതൊക്കെ നമ്മൾ പഠിക്കും, ഇതൊക്കെ നമ്മൾ പഠിക്കും. അതൊക്കെ നമുക്ക് തുറക്കാം. അതൊക്കെ നമ്മൾ ഇതൊക്കെ എല്ലാം പഠിച്ച് ഒരു വിധം നമ്മൾ ഷൂട്ടൊക്കെ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകും. നമ്മുടെ പുതിയ വീഡിയോ ഇനി നമ്മളെ സോണിയതിന്റെ അല്ലേ, എന്താണ് കനോണിന്റെ ക്യാമറ അല്ലേ. അപ്പൊ ഇതാകുമ്പോ ആക്ഷൻ ക്യാമറ, ചെറിയ കയ്യിൽ വെച്ചുകൊണ്ട് നടക്കാം, എവിടെയും കൊണ്ട് നടക്കാം. മറ്റു ചിലയിടത്തൊക്കെ റെസ്ട്രിക്ഷനൊക്കെ കാണും. അപ്പൊ ഇത് കൊണ്ട് നമുക്ക് കൊണ്ടുപോയാൽ പലയിടത്തും നമുക്ക് കയറി പോകുന്നതിനൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ല. ചെറിയ ക്യാമറ തീർച്ചയായും വെള്ളത്തിലൊക്കെ ഇടാതുകൊണ്ട് എനിക്ക് 32 അടി വരെയാണ് താഴെ ഒരു അവിടെ വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. അത് ഏറ്റവും പുതിയതാണ് GoPro 10 Hero 10. അത് GoProയുടെ സ്റ്റാൻഡാണ്, ട്രൈപോഡ് എന്ന് പറയും. കണ്ടില്ലേ, ഇതിന്റെ ഒറിജിനൽ തന്നെയാണ്. ഞാൻ ഒറിജിനൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിന്റെ ഒറിജിനൽ സ്റ്റാൻഡാണിത്. ഇതാണ് GoPro. അപ്പൊ ഇനി ഇത് നമുക്ക് ഒന്ന് എനിക്കറിയാവുന്ന വിധത്തിലൊന്ന് അൺബോക്സ് ചെയ്യാം കേട്ടോ. നമുക്ക് നോക്കി നോക്കാം കേട്ടോ. എനിക്കറിയാവുന്നവർക്ക് ഞാൻ പറഞ്ഞുതരാം. അതൊന്ന് കാണിച്ചെന്നാല്. ഇതാണ് നമ്മുടെ ക്യാമറ, അതിന്റെ ട്രൈപോഡാണ്. ഇനി നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് കാണാം കേട്ടോ. അങ്ങനെ നമുക്ക് നമ്മുടെ GoPro 10 അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ഒന്ന് പറയാം. ഇത് 23 മെഗാപിക്സലാണ് ഇതിൻ്റെ ക്യാമറ. പിന്നെ 5.3 സപ്പോർട്ടുണ്ട്, 5.3K 60 ഫ്രെയിംസ് പെർ സെക്കൻഡിലാണ് ഇത് റെക്കോർഡിംഗ് ഉള്ളത്. പിന്നെ 4K 120 ഫ്രെയിം പെർ സെക്കൻഡിലാണ് ഇതിൻ്റെ റെക്കോർഡിംഗ് ഉള്ളത്. പിന്നെ അടുത്തതുള്ളത് 2.7K 240 ഫ്രെയിം സെക്കൻഡിലുണ്ട് ഇതിൻ്റെ സെറ്റിങ്സ്. പിന്നെ ഇതിൻ്റെ വാട്ടർ പ്രൂഫ് 33 ഫീറ്റ് വരെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും, അതായത് 10 മീറ്റർ. പിന്നെ GP2 പ്രോസസ്സറാണ് ഇതിനകത്തുള്ളത്. പിന്നുള്ളത് നോയിസ് കൺട്രോൾ ഉണ്ട്, സ്ലോ മോഷൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. പിന്നെ 1080p ലൈവ് സ്ട്രീം ചെയ്യാൻ പറ്റും. ഇത് പിന്നെന്താണ്, വെബ് ക്യാമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കാണിക്കാം. അതാ ഇവിടെ നോക്കിക്കോളൂ, ഇതിനകത്തെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇതിലെ പുതിയൊരു സിസ്റ്റം വന്നത് ഹൈപ്പർ സ്മൂത്ത് 4.0 ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകൂടെ വീഡിയോക്കൊക്കെ നല്ല സ്റ്റെബിലൈസേഷൻ കിട്ടും. ഇതിൻ്റെ മുമ്പിലുള്ള GoPro 9 3 ആണ്, ഇത് 4 വേർഷനാണ്. ഇതാ നോക്കിക്കേ. ഇനി എനിക്ക് അറിയാവുന്ന വിധത്തിലൊക്കെ ഞാൻ ഇത് പറഞ്ഞു തരാം. ഇതൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇത് തുറക്കുകയാണ്. ഇതാ ഇവിടുന്ന് അപ്പോൾ ഇതൊക്കെ തുറക്കുന്നു. അങ്ങനെ നമ്മുടെ GoPro 10 അൺബോക്സിങ് ചെയ്യുകയാണ്. GoPro കണ്ടല്ലേ, ഇവിടെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് GoPro. നമുക്കിന്നിപ്പോൾ ഇതൊക്കെ തുറക്കാം. നമ്മുടെ GoPro എത്തി. GoPro 10. ഇതിൻ്റെ കാറ്റലോഗുകളൊക്കെയാണ് ഇവിടെ. GoProയുടെ കുറേ സ്റ്റിക്കറുകളും ഒക്കെയുണ്ട് ഇവിടെ.
തൽക്കാലം ഇതിൻ്റെ നമുക്ക് ആവശ്യമില്ല. നമുക്കിത് അങ്ങോട്ട് സൈഡോട്ട് മാറ്റി വെക്കാം. ഇതാണ് നമ്മുടെ GoPro 10. നോക്കിക്കേ, ഫ്രണ്ടിലും ഡിസ്പ്ലേ ഉണ്ട്, ബാക്കിലും ഉണ്ട്. ഇത് തൽക്കാലം നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ ബാക്കി എന്തൊക്കെയാണെന്ന് നോക്കട്ടെ. ഒരു ചാർജറിൻ്റെ കേബിളുണ്ട്, ഒരു ബാറ്ററി ഉണ്ട്, ഇതിൻ്റെ സ്റ്റാൻഡുകളാണ്. ഇതൊന്ന് അടുത്തത്. പിന്നെ നമ്മുടെ സ്ക്രൂ. സ്ക്രൂ ഇത്രയേ ഉള്ളൂ ഈ പാക്കേജിലുള്ളത്. ട്രൈപോഡായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് GoProയുടെ. ഇത് ഇവിടെ ഇപ്പോൾ ഉണ്ട്. പിന്നെ 2 ബാറ്ററി വാങ്ങിച്ചിട്ടുണ്ട്. GoPro 9 ബാറ്ററി തന്നെയാണ് GoPro 10 ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇതാണ് ആ ബാറ്ററി. GoPro 9 ബാറ്ററി തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പം അതിവിടെ ഉണ്ട്. ഇതിങ്ങോട്ട് മാറ്റി വെക്കാം നമുക്ക്. 2 ഉണ്ട്. ഒരെണ്ണം പൊട്ടിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്, ബാക്കിൻ്റെ കവർ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ചാർജ് ചെയ്യാൻ വേണ്ടി ഒരു അഡാപ്റ്ററും വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ ചാർജിങ് സ്റ്റേഷനുണ്ട് ഇതിനകത്ത്. ഓക്കെ, ഒരു സെറ്റിങ്ങിൽ നോക്കാം. ഇത് ക്ലിയർ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, യുവർ ക്യാമറ മസ്റ്റ് ബി അപ്ഡേറ്റഡ് ബിഫോർ യു ക്യാൻ യൂസ് ഇറ്റ് എന്ന്. അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻ ഉണ്ടാവും. അത് നമുക്ക് നോക്കാം. നമുക്ക് പതുക്കെ ഓരോരോ സെക്ഷനിലേക്ക് മാറ്റാം. ആദ്യമേ നമുക്കിതിൻ്റെ ഈ സ്റ്റിക്കർ നമ്മളൊന്ന് എടുക്കുകയാണ്. ആദ്യമേ ഇതിവിടെ മാറ്റി വെക്കുന്നു. ഇതാണ് നമ്മുടെ GoProയുടെ ഫ്രണ്ടും ബാക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് ബാറ്ററിയും SD കാർഡും ഇടാം. ഇത് ഞാൻ 128 GB ഒരു SD കാർഡ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ബാറ്ററി ഇവിടെ GoProയുടെ ബാറ്ററി 10ൻ്റെ ബാറ്ററിയും 9ൻ്റെ ബാറ്ററിയും ഒരേപോലെ തന്നെയാണ്. ഇതിൻ്റെ കൂട്ട് ഞാൻ പറഞ്ഞല്ലോ, 2 ഞാൻ ഓൾറെഡി എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം സെയിം തന്നെ ബാറ്ററിയാണ്. അപ്പോൾ ഒരു വ്യത്യാസമില്ല. അപ്പോൾ GoPro 9 ഉള്ളവർക്ക് 10 വാങ്ങിച്ചാൽ സെയിം അക്സസറീസും എല്ലാം ഉപയോഗിക്കാം. ഇതിന് ചേഞ്ചസ് ഒന്നുമില്ല. എല്ലാ അക്സസറീസും സെയിം തന്നെയാണ്. 9ൻ്റെ അക്സസറീസ് തന്നെയാണ് 10നും ഉള്ളത്. അപ്പോൾ നമുക്കിത് തുറക്കാം. ഇവിടാണ് തുറക്കുന്നത്. ഇവിടെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, താഴോട്ട് പ്രസ് കഴിഞ്ഞാൽ ഇത് ഊരി വരും. ഇതൊക്കെ ഇതൊക്കെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇവിടാണ് SD കാർഡ് ഇടുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം SD കാർഡ് ഇടാം. ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോക്കായി. ഇനി അത് പുറത്ത് വരത്തില്ല. ഇനി നമുക്ക് ബാറ്ററി, GoProയുടെ ബാറ്ററി ഇടാം. ഇടുമ്പോൾ കറക്റ്റായിട്ട് പൊസിഷൻ നോക്കണം, അല്ലെങ്കിൽ സൈസ് കറക്റ്റായിട്ട് ഇരിക്കത്തില്ല, അത് ലോക്കാകത്തില്ല, പിന്നെ അത് വർക്കുകയും ചെയ്യില്ല. ഇത് കറക്റ്റായിട്ട് സൂട്ടായി. ഇനി നമുക്ക് പതുക്കെ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് അമക്കി കഴിഞ്ഞാൽ അത് ഇതായി, ഇത് ലോക്കായി. ഇനി നമുക്ക് അപ്ഡേറ്റ് ചെയ്യണോ, ഇവിടെ എഴുതിയിട്ടുണ്ട് ക്ലിയർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യണമെന്ന്. കണ്ടല്ലോ. അപ്പോൾ ഇത് ഓണാക്കി നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യമേ നമുക്ക് ഇതിൻ്റെ പ്ലാസ്റ്റിക്കുകളിൽ നിന്ന് പുറത്തുള്ളതൊക്കെ സ്റ്റിക്കറൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. ഇതിന് ഇവിടുന്ന് മാറ്റുകയാണ്, ഇവിടുത്തെയും മാറ്റുന്നുണ്ട്, ഈ സ്ക്രീനിലേയും മാറ്റണം. ഓക്കെ, നമുക്ക് ഈ ബാക്കിലത്തെ സ്ക്രീനിൻ്റെയും നമുക്ക് ഇത് സ്റ്റിക്കറങ്ങ് ഇറക്കി മാറ്റാം. ഞാൻ ഇതിനു വേണ്ടി ഞാൻ പ്രത്യേകം ഇത് സ്ക്രീൻ ഗാർഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഓൾറെഡി. ഇതാണത്. അപ്പോൾ ഇതിനകത്ത് എല്ലാം ഉണ്ട്. ഇതിൻ്റെ സ്കിന്നുണ്ട്, ഫ്രണ്ടിലും ബാക്കിലും ഒട്ടിക്കാനുള്ള ലെൻസിലും സ്ക്രീനിലും ബാക്കിലെ സ്ക്രീനിൽ ഒട്ടിക്കാനുള്ള സ്ക്രീൻ ഗാർഡൊക്കെ ഇതിനകത്തുണ്ട്. ഇതിലുണ്ട്, അതൊക്കെ പിന്നെ ഒട്ടിക്കുന്നതാണ്. പിന്നെ ഇപ്പോൾ ഇതാണ് നമ്മുടെ GoProയുടെ കറക്റ്റ് രൂപം കംപ്ലീറ്റ് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് ഇനിയുള്ളത് താഴെ നമ്മുടെ സ്റ്റാൻഡൊക്കെ ഫിറ്റ് ചെയ്യുന്നതാണ്. ഇത് നമുക്ക് പല ടൈപ്പിലുള്ള സ്റ്റാൻഡുകൾ ഫിറ്റ് ചെയ്യുന്നത് ഇതേ കൂടാണ്. പിന്നെ ഇതാണ് പവർ ഓൺ ഓഫിൻ്റെ ബട്ടണ്.
ഇത് നമ്മുടെ ക്യാപ്ചർ ചെയ്യുന്നത് ഓണും ഓഫും വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഉള്ളത്. പിന്നെ നമുക്കിത് പതുക്കെ ഒന്ന് ഓണാക്കി നോക്കാം. ഈ ബട്ടണിലാണ് ആദ്യം ഓണാക്കുന്നത്. GoPro 10 എന്ന് ബ്ലാക്ക് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതാ 10 ബ്ലാക്ക്. GoPro എന്ന് ഈ സൈഡിൽ എഴുതിയിട്ടുണ്ട്, സ്ക്രീനിൻ്റെ സൈഡിൽ. ഇപ്പോൾ നമ്മളിത് ഓണാക്കുവാണ്. ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് വെക്കുക. ഇതാ ഇതവിടെ ഓണായി. ാണ് നമ്മുടെ ഇവിടെ GoPro എന്ന് എഴുതി വന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് എഗ്രി ചെയ്യാനുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓഫ് ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്. ക്വിക്ക് എന്നുള്ള ആപ്പ് നമ്മുടെ ഫോണിൽ നിന്ന് ഇതിനകത്തോട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ഓൾറെഡി ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ചെക്ക് ചെയ്യാണ്. ഇതാ കണക്ട് യുവർ GoPro എന്ന് എഴുതിയിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഫോണിൽ ഇതുമായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. ക്യാമറയുമായിട്ട് നമ്മുടെ ഹീറോ 10 അപ്ഡേറ്റ് ക്യാമറ എന്നുള്ള ബട്ടൺ ഞാൻ പ്രസ് ചെയ്യുന്നു. അപ്പോൾ അവിടെ വന്നു ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, ഹീറോ 10 ബ്ലാക്ക് അപ്ഡേഷൻ. അപ്പോൾ അത് ഞാൻ വീണ്ടും അപ്ഡേറ്റ് ക്യാമറ എന്നുള്ള ആ ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. ഇവിടെ അക്സെപ്റ്റ് കൊടുക്കണം. അത് കൊടുക്കുന്നു. ഇപ്പം നമ്മുടെ ക്യാമറയായിട്ട് ഇത് ലിങ്കായിട്ട് ഇത് അപ്ഡേറ്റ് ചെയ്യുകയാണ്. അത് തൽക്കാലം വിട്ടിരിക്കട്ടെ. കാണാം അവിടെ 25% 33%